നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമ്മൾ തുടർച്ചയായി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന തിരുവചന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നും നമുക്ക് ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുവാൻ പോകുന്നത് അതിൻ്റെ 2-ാമത്തെ അധ്യായം പ്രാരംഭ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ചരിത്ര സംഭവമാണ്. 2-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ളതാകുന്ന വേദഭാഗമാണ് നാം ചിന്തിപ്പാനായിട്ട് പോകുന്നത്. John's Gospel, chapter 2, verses 1 to 11. Okay, which is the verse? John 1 to 11. Okay. അതിൻ്റെ 11-ാമത്തെ വാക്യം മാത്രം നമുക്ക് വായിക്കാം. കാരണം ആ വേദഭാഗം നമുക്ക് വളരെ ഫെമിലിയർ ആയതുകൊണ്ട് അതിൻ്റെ 11-ാമത്തെ വാക്യം മാത്രം നമുക്ക് വായിച്ചിട്ട് ചില കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം. അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു. തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികൾ എല്ലാം തന്നെ, അല്ലെങ്കിൽ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടെ താൻ അവയെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് വായിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ യേശു ചെയ്ത അനേക പ്രവർത്തനങ്ങളുണ്ട്. അവയെല്ലാം എഴുതാനായിട്ട് തുനിഞ്ഞാൽ പുസ്തകങ്ങൾ ഈ ലോകത്തിൽ ഒതുങ്ങിയില്ല എന്ന് താൻ പറയുന്നു. എന്നിട്ട് ഇത് എഴുതിയിരിക്കുന്നത് യേശു ദൈവപുത്രനെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനം ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ വേദഭാഗത്തോട് ചേർത്ത് നമ്മൾ ചിന്തിച്ചാൽ ആ വിവരിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും യേശുവിൻ്റെ പ്രവർത്തനങ്ങളുമെല്ലാം അത് അതിൽ തന്നെ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാനല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. നേരെ മറിച്ച് അത് മറ്റൊരു ആത്യന്തികമായ പരമമാകുന്ന പ്രാധാന്യമുള്ള ഒരു അടിസ്ഥാനപരമാകുന്ന വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇവിടെ ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ യേശു അത് അടയാളങ്ങളുടെ ആരംഭമായി ചെയ്തു. അതായത് യോഹന്നാന്റെ സുവിശേഷത്തിൽ താൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ അത്ഭുത പ്രവൃത്തികളെല്ലാം താൻ ഉപയോഗിക്കുന്ന, അതിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് അടയാളങ്ങൾ. അത്ഭുതങ്ങളെന്ന വാക്കല്ല, നേരെ മറിച്ച് അടയാളങ്ങൾ. അടയാളങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. അടയാളങ്ങൾ അതിൽ അല്ല, അല്ലെങ്കിൽ ആ ഒരു അടയാളമെന്ന് പറയുമ്പോൾ മറ്റൊന്നിലേക്ക് നമ്മെ വിരൽ ചൂണ്ടുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു റോഡ് സൈൻ, അല്ലെങ്കിൽ റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു സ്കൂളിൻ്റെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സൈൻ, ഹോസ്പിറ്റലോ എന്തോ ആകട്ടെ, ആ സൈൻ നമ്മളെ കാണിക്കുമ്പോൾ അതല്ല സ്കൂളെന്ന് നമുക്കറിയാം, അതല്ല ഹോസ്പിറ്റല്, പിന്നെയോ അത് മറ്റൊരിടത്തേക്ക്, ട്രൂലി ഉള്ള ഹോസ്പിറ്റലിലേക്ക്, ട്രൂലി ഉള്ള സ്കൂള് ഇവിടെ അടുത്തുണ്ട്, അല്ലെ അതിലേക്ക് നമ്മളെ നയിക്കുക, അതിനുള്ള ഒരു അടയാളം മാത്രമാണ്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിലെ അടയാളങ്ങൾ എന്ന പദപ്രയോഗത്താൽ യോഹന്നാൻ അർത്ഥമാക്കുന്നത് ഈ പ്രവൃത്തി, ഈ അത്ഭുത പ്രവൃത്തി നിശ്ചയമായിട്ടും ചരിത്ര വസ്തുത തന്നെയാണ്. പക്ഷെങ്കിൽ ആ അത്ഭുത പ്രവൃത്തി അതിൽ തന്നെ വലിയ കാര്യമല്ല, അതിനേക്കാളും വലിയ ഒരു വിഷയത്തിലേക്ക് അത് വിരൽ ചൂണ്ടുകയാണ്. അത് വളരെ വ്യക്തമാണ്.
അത് ഒന്നുകൂടെ ഉറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. കാരണം അതൊക്കെ ഈ യോഹന്നാന്റെ സുവിശേഷം, വിശേഷിച്ച് ഈ കാനാവിലെ കല്യാണത്തിന് യേശു ചെയ്ത ഈ അത്ഭുത പ്രവൃത്തികളൊക്കെ കേവലം ഒരു സ്റ്റോറി ആയിട്ടും കേവലം ഒരു അത്ഭുത പ്രവൃത്തിയായിട്ടും അന്ന് യേശു വെള്ളം വീഞ്ഞാക്കിയില്ലേ, ഇന്ന് നമുക്കും ഇത് പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗിമ്മിക്സ് കാണിക്കുന്ന, കാപട്യം കാണിക്കുന്ന ഒത്തിരി പേരുണ്ട്. ആ കാപട്യം ഇഷ്ടപ്പെടുന്ന ഒരു വലിയ പുരുഷാരവുമുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ക്ലിപ്പിംഗ്സ് നമ്മൾ അടുത്ത കാലത്ത് കണ്ടല്ലോ. നമ്മുടെ രാജ്യത്ത് ഉള്ള സകല ദുരുപദേശങ്ങളുടെയും പ്രഭവ കേന്ദ്രമെന്നറിയപ്പെടുന്ന ബാംഗ്ലൂരെ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് കാണുകയുണ്ടായി. യേശു വെള്ളം വീഞ്ഞാക്കി, അതുകൊണ്ട് നമുക്കും വെള്ളം വീഞ്ഞാക്കാനായിട്ട് പറ്റും. എന്നിട്ട് കേവലം ഒരു ബോട്ടിലെടുത്തിട്ട്, ഇങ്ങനെയുള്ള ഒരു ബോട്ടിലെടുത്തേച്ച് പ്രാർത്ഥിച്ച ശേഷം അത് തുറന്ന് അടുത്തിരിക്കുന്ന ചിലർക്ക് കുടിക്കാൻ കൊടുത്തു. എന്നിട്ട് ഭയങ്കര വൈനാണെന്നൊക്കെ അവർ പറഞ്ഞ് ഒരു ഭയങ്കര കോമാളിത്തരം കാണിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും ദൈവത്തെയും അപമാനിക്കുന്ന ആ കോമാളിത്തരം ദൈവത്തിൻ്റെ പേരിൽ നടത്താൻ മടിയില്ലാത്ത അനേകര് നമ്മുടെ ഇടയിലുണ്ട്. അതിഷ്ടപ്പെടുന്ന ഒത്തിരി പേരുമുണ്ട്. ഞാനിപ്പോൾ ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഇവനാരടാ ഇത് പറയാൻ, എനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. എങ്കിലും ഈ വേദഭാഗം നാം വളരെ ശ്രദ്ധിക്കണം. അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ വ്യക്തമായും അത് അടയാളങ്ങളുടെ ആരംഭമായിട്ട് ചെയ്തെന്നും ആ അടയാളം എന്തിനു വേണ്ടി ആ ദൈവം കർത്താവ് ചെയ്തതെന്നും എഴുതിയിട്ടുണ്ട്. തനിക്ക് പ്രസിദ്ധി വരുത്താനും തൻ്റെ മിശിഹായുടെ അഭിഷേകം മറ്റുള്ളവരെ അറിയിക്കാനും അല്ല കർത്താവ് ചെയ്തത് എന്നവിടെ വ്യക്തമാണ്. കാരണം അത് വിരുന്നുവാഴിയോ മണവാളനോ അത് എവിടെ നിന്ന് ലഭിച്ചു എന്ന് അറിഞ്ഞില്ല. ആകെപ്പാടെ അറിഞ്ഞത് മറിയ അറിഞ്ഞു, വെള്ളം കോരിയ ആ വേലക്കാരറിഞ്ഞു, യേശുവിൻ്റെ ശിഷ്യന്മാരറിഞ്ഞു. ഇത്രയും പേരെ അറിഞ്ഞുള്ളൂ. അപ്പോൾ ആ അത്ഭുത പ്രവൃത്തി ഫെയിമിനു വേണ്ടി ചെയ്ത ഒന്നല്ല. യേശു ഒരിക്കലും ഫെയിമിന് വേണ്ടി ഒരത്ഭുത പ്രവൃത്തിയും ചെയ്തില്ല. നേരെ മറിച്ച് അത്ഭുത പ്രവൃത്തി ചെയ്തപ്പോഴെല്ലാം അവരോട് അമർച്ചയായി കൽപ്പിച്ചു, ഇത് ആരോടും പറയരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്നത്തെ അത്ഭുതം ദൈവനാമത്തിന് അപമാനമാ, മഹത്വമല്ല. അപമാനമാ അത്ഭുതമെന്ന് പറയുന്നത്. കാരണം അത്ഭുതമല്ലെന്നുള്ളത് നമുക്കറിയാം. ഇതെല്ലാം ഒരു ഗിമിക്കാണ്. കാരണം ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് അതിൻ്റെ പേരിൽ നടക്കുന്നത്, അല്ലേ? കയറ്റി സാക്ഷ്യം പറയിപ്പിക്കുക, പിന്നെ എന്ന് വേണ്ട. കുറച്ച് നാൾ മുമ്പ് വലിവുള്ള ഒരാളെ സ്റ്റേജിന് ചുറ്റും ഓടിച്ചേച്ച് കയറ്റി സാക്ഷ്യം പറയിപ്പിച്ചു. ഇപ്പം എങ്ങനെയുണ്ട്? അയ്യോ, ശ്വാസം എടുക്കാൻ വയ്യായേ എന്ന് അബദ്ധത്തിൽ പറഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, ഈ ഗിമ്മിക്സ് അല്ല വേദപുസ്തകത്തിലെ അത്ഭുതങ്ങൾ. ഗിമ്മിക്സ് അല്ല വേദപുസ്തകത്തിലെ അത്ഭുതങ്ങൾ. വേദപുസ്തകത്തിലെ അത്ഭുതങ്ങൾ, വിശേഷിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ, അത് അടയാളമാണ്. അടയാളം. അത് അടയാളമായിട്ടാണ് നമ്മൾ ഈ പുസ്തകത്തിൽ വായിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഇത്രയും പറഞ്ഞത് ആ ബിബ്ലിക്കൽ വേഴ്സസിൻ്റെ ബേസിസിൽ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ ഒന്നുകൂടെ വ്യക്തമാകും. ഉദാഹരണത്തിന് 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 5000 പേരെ കർത്താവ് പോഷിപ്പിക്കുന്നു. വലിയ അടയാളമാണ്. ആ അടയാളം ചെയ്തിട്ട് അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് യേശു പറയുന്നു. ഒറ്റ കാര്യത്തിലാണ് പറയുന്നത്, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്.
അപ്പം നുറുക്കി 5000-ലധികം പുരുഷന്മാരും പിന്നെ ആ വലിയ സമൂഹത്തിന് കൊടുത്തേച്ച് യേശു പറഞ്ഞു, ഇതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, നിങ്ങൾക്കെന്നും അപ്പം കിട്ടുമെന്നല്ല. ഇത് ഞാൻ പാരഫ്രൈസ് ചെയ്ത് പറയുക, അവരങ്ങനെയാ ധരിച്ചത്. കാരണം പിന്നീട് താഴോട്ട് വായിക്കുന്നുണ്ട്, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, പിന്നെ എന്തിനാ എന്നെ അനുഗമിച്ചത്, തെരഞ്ഞത്? നോക്കണം, നോക്കണം, ആ വാക്ക് ശ്രദ്ധിക്കണം. നിങ്ങൾ അടയാളം കണ്ടിട്ടല്ല എന്നെ തെരഞ്ഞത്. അടയാളമായിരുന്നു ഈ അപ്പത്തിലൂടെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ എന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിന് ആവശ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് പത്രോസ് പറഞ്ഞതുപോലെ നിങ്ങൾ പറഞ്ഞേക്കുന്നേ, കർത്താവേ, ഞങ്ങൾ എവിടെ പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കൽ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞേനെ. പക്ഷെ നിങ്ങൾ അങ്ങനല്ല പറഞ്ഞത്. നിങ്ങൾ അതിനു വേണ്ടിയല്ല എന്നെ തെരഞ്ഞത്, നിങ്ങൾ അപ്പം തിന്നാനാ വന്നത്. യേശു പറഞ്ഞു, നോ, ഈ ശരീരത്തിന് അല്ലെ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയിട്ടല്ല, നിത്യജീവനായിട്ടുള്ള നിലനിൽക്കുന്ന ആഹാരത്തിനായി നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ അതിന്റെ അർത്ഥം അതായിരുന്നു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചെന്ന് പറഞ്ഞാൽ യേശുവിന് ഇന്നും ചെറിയ ഒരു അപ്പം കൊണ്ട് ഇറ്റ് ഈസ് പോസിബിൾ. ദൈവം ചില പ്രത്യേക സന്ദർഭത്തിൽ അത് ചെയ്യും, അത് മറ്റൊരു വിഷയം. അതല്ല അതിൻ്റെ അർത്ഥം. നേരെ മറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് അങ്ങനെയല്ല. ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. അതാ അടയാളം സൂചിപ്പിച്ചത്. 9-ാം അധ്യായത്തിൽ ഒരു കുരുടനെ സൗഖ്യമാക്കുന്നു, അവന് കാഴ്ച കൊടുക്കുന്നു. എന്നാൽ 8-ാം അധ്യായത്തിൽ അതിനു മുൻപേ യേശു പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. 9-ാം അധ്യായത്തിൽ കുരുടന്റെ കണ്ണു തുറക്കുന്നു. അപ്പൊ കുരുടന്റെ കണ്ണു തുറന്നപ്പോൾ എന്താണ് ആ അടയാളം സൂചിപ്പിച്ചത്? ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്നുള്ള അതായിരുന്നു അത് സൂചിപ്പിച്ചത്. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മരിച്ച് 4 ദിവസം കല്ലറയിലായിരുന്ന ലാസറിനെ ഉയർപ്പിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. മനസ്സിലാക്കണം, അത്ഭുതങ്ങൾ അടയാളങ്ങളാണ്. എന്താണ് ആ അടയാളങ്ങൾ സൂചിപ്പിച്ചത്? അതിനേക്കാളും പ്രാധാന്യമുള്ള, വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, യഥാർത്ഥത്തിലുള്ള അർത്ഥത്തിലേക്കത് നമ്മെ നയിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഞാനിത് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞ വിഷയമാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ അടയാളങ്ങളെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അടയാളങ്ങൾ മറ്റൊന്നിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഇവിടെയും അത് തന്നെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. അടയാളങ്ങളുടെ ആരംഭമായി കർത്താവ് ചെയ്തു. അപ്പോൾ ഇത് മറ്റൊന്നിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സംഭവങ്ങളുടെ എല്ലാം അർത്ഥം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച അടയാളത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം, യേശു പറഞ്ഞു ഞാൻ ജീവന്റെ അപ്പമാകുന്നെന്ന് പറയാം. ലാസറിനെ ഉയർപ്പിച്ച ആ അടയാളത്തിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ യേശു പറഞ്ഞു ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ അടയാളത്തിന്റെ അർത്ഥമെന്ത്? ആ അർത്ഥം എന്തെന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച സംഭവങ്ങളിൽ പറഞ്ഞിരിക്കുന്നതുപോലെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവിടുത്തെ ഇംപ്ലൈഡ് മീനിങ് എന്തെന്ന് മനസ്സിലാക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. എന്താണ്
ഈ അടയാളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് നമ്മൾ അല്പമൊന്ന് വർക്ക് ചെയ്താൽ, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനത്തിനായി അപേക്ഷിച്ചുകൊണ്ട് മനസ്സിരുത്തി പ്രാർത്ഥനയോടെ ഒന്ന് വായിക്കാമെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയും. ആ വേദഭാഗം നമ്മൾ പറയുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ ഈ പ്രധാനപ്പെട്ട വിഷയത്തിൻ്റെ അർത്ഥം നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയുമെന്ന് ഞാൻ ശ്രദ്ധിക്കുക. നമ്മൾ ആ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ ഈ 2, 3, 4 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ആ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റിൽ തുടർന്നു വരുന്ന അടുത്തുള്ള പശ്ചാത്തലത്തിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ എന്തെന്ന് ഗ്രഹിക്കുകയും ആ വിഷയം ഇതുമായി ചേർത്ത് ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ വലിയ ബുദ്ധിമുട്ടില്ല. കുറഞ്ഞ പക്ഷം അതിൻ്റെ ഇൻറ്റൻഡഡ് മീനിങ്ങിൽ നിന്നും നമ്മൾ അകന്നു പോകത്തില്ല. അങ്ങനെയാ വേദപുസ്തകം പഠിക്കേണ്ടത്. ഒരു വിഷയത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനോട് ചേർന്ന വേദഭാഗം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ വേദഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ ആ ശേഷമുള്ള തിരുവചന ഭാഗത്തെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചാൽ നമ്മൾ തെറ്റിപ്പോവുകയില്ല. അതുകൊണ്ട് ആ ഭാഗം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 2, 3, 4 അധ്യായങ്ങളിലുള്ള പ്രധാനപ്പെട്ട വിഷയം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അതിൻ്റെ 13 മുതൽ 12 മുതൽ ഉള്ള വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യേശു അവിടെ പറയുന്ന ഒരു കാര്യം, ഈ മന്ദിരം യെരുശലേം ദേവാലയം, നമുക്കറിയാം, ആ സംഭവങ്ങളെല്ലാം അറിയാം. യെരുശലേം ദേവാലയത്തിൻ്റെ അവിടെ കച്ചവടം നടത്തുന്നവരെ കർത്താവ് പുറത്താക്കുന്ന ആ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. യേശുവിനോട് ചോദിച്ചു, നിനക്കിത് ചെയ്യാനുള്ള അധികാരം എന്താ? കർത്താവിൻ്റെ മറുപടി എന്താണെന്നറിയാമോ? എന്താ നീ അടയാളം കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും. അപ്പോൾ അവർ പറഞ്ഞു, ഈ മന്ദിരം എത്രയോ വർഷങ്ങൾ കൊണ്ട് പണിതതാ, നീ 3 ദിവസം കൊണ്ട് ഇതിനെ പണിയുമോ? എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, യോഹന്നാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യേശു പറഞ്ഞത് എന്തിനെക്കുറിച്ചാ? തൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ പഴയ ദൈവാലയം, അതിൻ്റെ ഫങ്ഷൻ, എൻ്റെ മന്ദിരം അല്ലെങ്കിൽ എൻ്റെ ശരീരം തകർക്കപ്പെടുന്നതോടുകൂടെ അതിൻ്റെ ഫങ്ഷൻ തീരുകയാണ്, പുതിയ ഒന്ന് വരികയാണ്. പഴയത് കഴിഞ്ഞു, പുതിയ ഒന്ന് വരുന്നു. അതിൻ്റെ ശേഷം അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളവിടെ വായിക്കുന്ന ഒരു വിഷയം, നിക്കോദിമോസിനോട് ഉള്ള കർത്താവിൻ്റെ സംഭാഷണം. പുതിയ ജീവിതത്തെക്കുറിച്ച്, പുതു സൃഷ്ടിയാകുന്നതിനെക്കുറിച്ച്, വീണ്ടും ജനിക്കുന്നതിനെക്കുറിച്ച്, അപ്പൊ പുതിയ ഒന്നിനെക്കുറിച്ച് കർത്താവ് പറയുക. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശമരിയാക്കാരി സ്ത്രീയോടുള്ള ആ സംഭാഷണം, യേശു പറഞ്ഞു, എൻ്റെ അടുക്കൽ വന്ന് ഞാൻ നിനക്ക്, യാക്കോബിൻ്റെ കിണറിനെ കുറിച്ച് അവൾ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ വെള്ളം നിനക്ക് തരും. അവൾ പറഞ്ഞു, നീ ഞങ്ങളുടെ പിതാക്കന്മാരെക്കാളും വലിയവനാണോ? അവര് പറഞ്ഞു, യഹൂദന്മാര്, ഞങ്ങളുടെ പിതാക്കന്മാര് ഞങ്ങൾക്ക് ഈ കിണർ തന്നു, നീ പറയുക ഇപ്പൊ നീ എന്ത് ചെയ്യുക? ജീവന്റെ ജലം തരാൻ പോവുക.
പുതിയൊന്ന് തരാൻ പോവുക. എന്നിട്ട് അവൾ പറഞ്ഞു, യഹൂദന്മാർ പറയുന്നത് യെരുശലേമിലാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്, എന്നാൽ ഞങ്ങളുടെ പാരമ്പര്യം അനുസരിച്ച് ഈ ഗെരിസീം മലയിലാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ഉടനെ യേശു പറഞ്ഞു, നോ, അതെല്ലാം കഴിഞ്ഞു. സത്യനമസ്കാരികൾ എന്ന് പറഞ്ഞാൽ യെരുശലേമിലുമല്ല, ആ മലയിലുമല്ല, പിന്നെ സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വന്നുമിരിക്കുന്നു. അപ്പോൾ പഴയതെല്ലാം കഴിഞ്ഞു, പുതിയ ഒന്ന് ഇവിടെ ആരംഭിക്കുകയാണ് എന്ന വിഷയത്തിലേക്കാണ് ഈ അടയാളം വിരൽ ചൂണ്ടുന്നത്. പഴയത് കഴിഞ്ഞു, പുതിയതൊന്ന് ആരംഭിക്കുന്നു. അതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തുന്നത്. ഇനിയും ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഒരു കാര്യം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. അവിടെ നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് വായിച്ചാൽ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച ആ വേദഭാഗം, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായിട്ട് ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു, തൻ്റെ മഹത്വം വെളിപ്പെടുത്തി, അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. സോ the sole intention of this sign is so that his disciples will trust him, believe on him. ഈ അത്ഭുതം യേശു ചെയ്തപ്പം, ഈ അടയാളം യേശു ചെയ്തപ്പം അതിൻ്റെ ഇന്റൻഷൻ അവൻ്റെ ശിഷ്യന്മാര് അവനിൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ ചിന്തിക്കും, കുറച്ചുകൂടെ പരസ്യമാക്കി യേശു ഒന്ന് ചെയ്തിരുന്നെങ്കിൽ അന്ന് കാനാവിലെ കല്യാണത്തിന് വന്നവരെല്ലാം എന്ത് ചെയ്തേനെ? വിശ്വസിച്ചേനെ. പക്ഷെ വിശ്വസിക്കത്തൊന്നുമില്ല. കാരണം അത് അവരെ ഒന്ന് ചിന്തിച്ച, ഇപ്പൊ ഒന്ന് ഇമാജിൻ ചെയ്യുക, ഞാനങ്ങ് ഇമാജിൻ ചെയ്യുക, അവരെ എല്ലാവരെയും യേശു വന്നിട്ട് പിന്നെ ആൾക്കാരെയൊക്കെ വിളിച്ചു, കമോൺ കമോൺ, കൽപാത്രത്തിൻ്റെ അടുത്ത് നിന്ന് വെച്ച് എല്ലാവരും വാ, ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവാ, വെള്ളം വീഞ്ഞാക്കി, എന്നിട്ട് കോരി അങ്ങോട്ട് കൊടുത്തു. ഇന്ന് നമ്മൾ ചെയ്യുന്ന പോലെ, എങ്ങനെയുണ്ട് പറഞ്ഞേ മൈക്കൊക്കെ അങ്ങോട്ട് കൊടുത്ത്. എൻ്റെ ചിന്തയിൽ ഇവരെന്നോ പറഞ്ഞേനേമെന്നറിയാം. കാരണം 6-ാം അധ്യായത്തിൽ ഒരു സംഭവമുണ്ട്. 6-ാം അധ്യായത്തിൽ അപ്പം കൊടുത്തുടനെ ഇവരെല്ലാം കൂടെ എന്നാ പറഞ്ഞതെന്നറിയാം? നീ എന്നോ പരിപാടിയാണ് ചെയ്തേ, ഞങ്ങളുടെ പാരമ്പര്യം എന്നാന്നറിയാമോ? മോശ ഇങ്ങനൊന്നും അല്ല ചെയ്തത്, നീ ചുമ്മാതെ ഇവിടെ ബാലകന്റെ കയ്യിൽ നിന്ന് അപ്പം എടുത്ത് നുറുക്കി ഇങ്ങോട്ട് തന്നതേ ഉള്ളൂ. ഞങ്ങളുടെ വലിയ ലീഡറുണ്ടല്ലോ, എന്നാ ചെയ്തതെന്നറിയോ? സ്വർഗത്തിൽ നിന്നാ. അങ്ങനെ തന്നെയാ അവിടെ പറഞ്ഞേക്കുന്നത്. നീ എന്നാ ഞങ്ങൾക്ക് കിട്ടിയത് എവിടുന്നാ? സ്വർഗത്തിൽ നിന്നാ കിട്ടിയത്. നീ ഇങ്ങനെ നുറുക്കി അങ്ങോട്ട് തന്നതല്ലേ ഉള്ളൂ. അവരാരും വിശ്വസിച്ചില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ അവരെന്തോ പറയുമെന്നറിയാമോ? ഞാനങ്ങ് പറയുക, എൻ്റെ ചിന്തയെ അവർ പറഞ്ഞേനെ, നീ വെള്ളം വീഞ്ഞാക്കിയതല്ല ഉള്ളൂ, ഞങ്ങളുടെ ലീഡർ ചെയ്തത് എന്താന്ന് എനിക്കറിയാവോ? വെള്ളം വീഞ്ഞാക്കുകയല്ലായിരുന്നു, രക്തമാക്കി. ഇല്ലേ? ശരിയല്ലേ? വെള്ളം വീഞ്ഞാക്കുകയല്ലേ ചെയ്തത്, രക്തമാക്കുക ചെയ്ത്. അത് ഇവർ പറഞ്ഞേനെ. അപ്പൊ നമ്മൾ ചിന്തിക്കണം, വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ അടയാളങ്ങൾക്ക് അതിൻ്റെ ആ ഫാൻസി, അതിൻ്റെ ആ വലിയ ആ അത്ഭുതം എന്നതിനേക്കാളും അതിനാഴമാകുന്ന ഒരു ഇന്റൻഷൻ ഉണ്ട്. യേശു രോഗികളെ സൗഖ്യമാക്കി. ഉടനെ മത്തായി പറയുക,
സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു എന്ന തിരുവെഴുത്തിന് എന്ന് പറഞ്ഞാൽ ഇറ്റ് പോയിന്റ്സ് ടു സംതിങ്. അൾട്ടിമേറ്റ്ലി, ആത്യന്തികമായിട്ട് രോഗാതുരമായിരിക്കുന്ന ഈ ശരീരത്തെയും ആത്മാവിനെയും സൗഖ്യമാക്കി പുതിയ ഒരു സൃഷ്ടിയാക്കി തീർപ്പാൻ കഴിവുള്ള മിശിഹ ഇവിടെ വന്നിരിക്കുന്നു എന്നാണ് മത്തായി സുവിശേഷകൻ പറഞ്ഞത്. അതായിരുന്നു അതിൻ്റെ ഇന്റൻഷൻ. അതുപോലെ തന്നെ ഇവിടെ ഈ അടയാളം കർത്താവ് ചെയ്തപ്പോഴും ഇന്റൻഷൻ മറ്റൊന്നുമല്ല. കർത്താവിൻ്റെ കൂടെ ചിലരുണ്ടല്ലോ, നമ്മൾ വായിച്ചു നേരത്തെ അതിൻ്റെ 1-ാം അധ്യായം അവസാന ഭാഗത്ത്. അതാ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. ഏകദേശം 5ഓളം ശിഷ്യന്മാര് ഇപ്പൊ കർത്താവിൻ്റെ ഒപ്പം ഉണ്ട്. കർത്താവിൻ്റെ ഒപ്പം ഉള്ളതാകുന്ന ഈ 5ഓളം ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് ഈ കാര്യം കർത്താവ് ചെയ്തത്. സത്യത്തില് അത് വളരെ സന്തോഷകരമാകുന്ന ഒരു കാര്യം. പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ അടയാളവും ഇന്നും ദൈവാത്മാവ് ഇന്റന്റ് ചെയ്തിരിക്കുന്ന അർത്ഥത്തിൽ അതിനെ ഗ്രഹിപ്പാൻ കഴിയുന്നത് കർത്താവ് കണ്ണു തുറന്നവർക്കേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് യേശു കഫർന്നഹൂമിലും കോരസീനിലും എല്ലാം ഭയങ്കര അത്ഭുത പ്രവർത്തികൾ ചെയ്തു. പക്ഷെ അവരാരും എന്ത് ചെയ്തില്ല? മാനസാന്തരപ്പെട്ടില്ല. എന്നിട്ട് പറഞ്ഞു, കഫർന്നഹൂമേ, നീ എത്ര ഉയർന്നിരുന്നാലും നീ താണുപോകും. കോരസീനെ, സോദോമിനും ഗൊമോറയ്ക്കും നിന്നേക്കാളും ന്യായവിധി ദിവസത്തിൽ സഹിക്കാൻ പറ്റും. കാരണം നിന്നിൽ നടന്നിരുന്ന അത്ഭുത പ്രവർത്തികൾ അവിടെ നടന്നിരുന്നെങ്കിൽ അവര് എന്ത് ചെയ്തേനെ? അപ്പൊ ഇതെല്ലാം അവിടെ നടന്നു. എന്നിട്ട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് കണ്ണു തുറക്കാതെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കാതെ, ദൈവവചനത്തിൽ ദൈവാത്മാവ് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഗ്രഹിപ്പാൻ ആർക്കും കഴിയത്തില്ല. എന്നാൽ വലിയ പഠിപ്പില്ലെങ്കിലും പാണ്ഡിത്യമില്ലെങ്കിലും പാരമ്പര്യമില്ലെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഗ്രഹിപ്പാനും അനുസരിപ്പാനും ദൈവം കരുണ തോന്നി കണ്ണു തുറന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ ചെറിയൊരു കൂട്ടത്തെയാണ് കർത്താവിൻ്റെ ലക്ഷ്യം. ഒരു വലിയ ആൾക്കൂട്ടമല്ല കർത്താവിൻ്റെ ലക്ഷ്യം. അതൊരിക്കലും കർത്താവിൻ്റെ ലക്ഷ്യമായിരുന്നില്ല. തീർച്ചയായിട്ടും ആ അവസാന നിമിഷം അല്ലെങ്കിൽ നിത്യതയിൽ ആർക്കും എണ്ണിക്കൂടാനാവാത്ത ഒരു മഹാപുരുഷാരം അവിടെ ഉണ്ട്. പക്ഷെങ്കിൽ ഏത് തലമുറയിലും there is only a handful. കണ്ണു തുറക്കപ്പെട്ടവർ ചുരുക്കം പേരേ ഉള്ളൂ. അവർക്ക് മാത്രം എന്നാ കണ്ണു തുറന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ എനിക്കിതേ പറയാൻ പറ്റത്തുള്ളൂ, കർത്താവേ, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചിട്ട് അങ്ങാരാണെന്ന് തിരിച്ചറിയുവാൻ, അങ്ങയെ എൻ്റെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിപ്പാൻ എന്നെയും അങ്ങ് കണ്ടതിനാൽ ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു എന്ന് എല്ലാ ദൈവം പറയുവാനായിട്ട് കഴിയും. കാരണം അതാ വലിയ കാര്യം. ഇവിടെ നമ്മൾ അതാണ് വായിക്കുന്നത്. കർത്താവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. പക്ഷേ വെളിപ്പെടുത്തിയ ആ ടാർഗറ്റ് ഓഡിയൻസ് ഒരു വലിയ സമൂഹമൊന്നുമല്ല, ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ഡിസൈപ്പിൾസ്. It is a small group of disciples to whom the Lord Jesus Christ manifested His glory. ഇനിയും എന്താണ് കർത്താവ് മാനിഫെസ്റ്റ് ചെയ്ത ഗ്ലോറി? ഇവിടെ കർത്താവ് വെളിപ്പെടുത്തിയ മഹത്വം എന്താ നാം മനസ്സിലാക്കണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഇത് അടയാളം.
മറ്റൊന്നിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അപ്പോൾ അടയാളമായിട്ട് തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയെങ്കിൽ ഇതിനകത്തെ പ്രധാന ക്യാരക്ടർ ആരാ? കർത്താവാ. യേശു തൻ്റെ മഹത്വം എന്ത് ചെയ്തു? വെളിപ്പെടുത്തി. ഇനിയും അവിടുത്തെ മഹത്വം എന്ന് പറയുന്നത് തൻ്റെ പിതാവ് കൊടുത്ത മഹത്വമാണെന്ന് നമുക്കറിയാം. ഏകജാതനായവന്റെ മഹത്വമായിട്ട്, തേജസ്സായിട്ട് ഞങ്ങൾ കണ്ടെന്ന 1:14 രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവ് ഇവിടെ വെളിപ്പെടുത്തിയ മഹത്വം എന്താ? അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമായും ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. പെട്ടെന്നൊന്ന് വായിച്ചേ. സമയം. ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ ശിഷ്യന്മാരെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാണ്. യേശുവിന്റെ അമ്മ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവരോട്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. സ്തോത്രം. ശ്രദ്ധിക്കണം, ഈ വേദഭാഗം പലപ്പോഴും അല്പം വ്യാഖ്യാനിപ്പാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വേദഭാഗമാണ്. ഞാൻ അനേക വ്യാഖ്യാനങ്ങൾ എന്ന് പറഞ്ഞാൽ അനേക ട്രാൻസ്ലേഷൻസ് വായിച്ചു. അപ്പം NIV അതിന് ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ട് ന്യൂ ഇന്റർനാഷണൽ എനിക്ക് വേർഷൻ പറഞ്ഞേക്കുന്നത് ഡിയർ വുമൺ. അല്പം ഒന്ന് മയപ്പെടുത്തുക. യേശുവിൻ്റെ അമ്മയാകുന്ന മറിയയോട് കർത്താവ് പറയുക, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. വേദപുസ്തകത്തിൻ്റെ ആ സത്യസന്ധതയും ഇത് സൂചിപ്പിക്കുക. വേദപുസ്തകത്തിൽ വിശേഷിച്ച് പുതിയ നിയമ തിരുവെഴുത്തുകളെ അതിനകത്ത് തെറ്റുണ്ടെന്നും ഒക്കെ പറയുന്ന ഒത്തിരി പേര് ഈ കാലത്തുണ്ട്. അടുത്ത സമയത്ത് ഒരാളുമായിട്ട് ഇങ്ങനെ ചില കാര്യങ്ങളൊന്നും സംബന്ധിച്ചപ്പോൾ അദ്ദേഹം ഏറ്റവും പ്രയാസം തോന്നി. അദ്ദേഹം ഒരു പാസ്റ്ററാണ്. അദ്ദേഹം പറഞ്ഞു ഒത്തിരി തെറ്റുണ്ടെന്ന് അതിനകത്ത്. ഓക്കെ, കയ്യെഴുത്ത് പ്രതികളിൽ ചില വേദഭാഗങ്ങൾ, നമ്മൾക്ക് ഇപ്പം ആ വിഷയത്തിലേക്ക് പോകാൻ നമുക്ക് നേരമില്ലല്ലോ. ചില വാക്കുകൾ ചിലതിനകത്തുണ്ട്, ചിലതിനകത്തുണ്ട് ഇല്ല. പക്ഷേ അതൊന്നും നമ്മുടെ അടിസ്ഥാനപരമാകുന്ന വിഷയത്തെ ബാധിക്കുന്ന വിഷയങ്ങളെ അല്ല. അത്രയും പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോട്ടെ. എന്നാൽ പുതിയ നിയമ തിരുവെഴുത്തിൻ്റെ റിലയബിലിറ്റിയെ സൂചിപ്പിക്കുന്ന അനേക കാര്യങ്ങളിൽ ഒന്നാണിത്. അതിലൊരു കാര്യം ഞാൻ പറയാം. യേശു കർത്താവിനെ ദൈവമെന്ന് പ്രസന്റ് ചെയ്യുകയാണ്. മനുഷ്യപുത്രനാകുന്ന ക്രിസ്തുവിനെ, മിശിഹായെ ദൈവമെന്ന് തന്നെയാണ് സുവിശേഷങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോഴും സത്യസന്ധമായിട്ട് അവരെഴുതുന്നത്. അവർ പറഞ്ഞു വരുന്നതിന് തിരിച്ചൊന്ന് ചിന്തിക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ സംഭവിച്ചപ്പം അതെന്നാൽ അവർ വിട്ടുകളഞ്ഞില്ല, അതുകൂടെ എഴുതി. ഉദാഹരണത്തിന് യേശു കർത്താവിനോട് നാളും നാഴികയെക്കുറിച്ച്, വരവിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ യേശു കർത്താവിനെ പറഞ്ഞു, ഐ ഡോണ്ട് നോ, എനിക്ക് അറിയത്തില്ല. അപ്പൊ യേശുവിനെ ദൈവമായിട്ട് പ്രസന്റ് ചെയ്യുന്ന തിരുവെഴുത്തിൽ സർവജ്ഞാനിയാകുന്ന ദൈവത്തിന് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് അറിവില്ല എന്ന് പറയുമ്പോൾ അവനെ ദൈവമല്ലെന്ന് പറയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇതങ്ങ് വിട്ടേക്കാം എന്നൊന്നും അവരെന്ത് ചെയ്തില്ല, ചിന്തിച്ചില്ല. സത്യസന്ധമായിട്ട് അങ്ങ് എഴുതി. അതാ തിരുവെഴുത്തിൻ്റെ വിശ്വാസ്യത. ഇവിടെ യേശു കർത്താവിൻ്റെ കാലത്തും അവരുടെ കൾച്ചറിൽ അമ്മയെ, സ്ത്രീയെ എന്ന് സംബോധന ചെയ്യുന്നത് കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമല്ല. അങ്ങനെ സ്ത്രീ എന്ന് സംബോധന ചെയ്യുന്ന,
എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് ചോദിക്കുന്ന സംഭവങ്ങൾ പഴയ നിയമ തിരുവെഴുത്തിലുണ്ട്. ഞാൻ അതൊന്നും എടുത്ത് വായിക്കുന്നില്ല. അപ്പൊ അതൊരു അസംഭവ്യമാകുന്ന കാര്യമല്ല. എങ്കിലും യേശു കർത്താവിനെ പോലെ ഒരാൾ അസാധാരണമായി സ്വന്തം മാതാവിനോട് സ്ത്രീയെ എന്ന് പറഞ്ഞ വാക്ക് അത് ഒട്ടും വിട്ടുകളയാതെ അതുപോലെ തന്നെ ഈ വേദഭാഗത്ത് രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇറ്റ് ഈസ് വെൽ ഇന്റൻഷൻഡ് by the Spirit of God to report exactly the same word the Lord has spoken that day. യേശു കർത്താവ് സംസാരിച്ച അതേ വാക്ക് തന്നെ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അതിനെ എങ്ങനെ നമുക്ക് വ്യാഖ്യാനിപ്പാൻ കഴിയും? അടുത്ത വാക്കിന്റെ അടിസ്ഥാനത്തിലാണ്. 2:4 യേശു അവളോട്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? അടുത്തത് ഇവിടെയാണ് ആ വേദഭാഗം വ്യാഖ്യാനിക്കുന്നതിന്റെ ക്ലൂ. എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അവരെ സഹായിക്കണമെന്ന് നീ ആവശ്യപ്പെടുകയാണ്. പക്ഷെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ മാനുഷികമാകുന്ന നിലയിൽ ചിന്തിച്ചാൽ യേശുവിൻ്റെ അമ്മ, പക്ഷെങ്കിൽ യേശുവിന് മാനുഷികമാകുന്ന നിലയിൽ യേശുവിൻ്റെ അമ്മയോടുള്ള ഉത്തരവാദിത്വത്തെക്കാളും യേശുവിൻ്റെ ഉത്തരവാദിത്വവും യേശു ചെയ്തതും യേശു പ്രവർത്തിച്ചതും യേശു പറഞ്ഞതും എല്ലാം അതിനേക്കാളും വലിയൊരു അതോറിറ്റി ഭൂമിയിലെ മാതാവിനേക്കാളും സ്വർഗത്തിലെ പിതാവിൻ്റെ അതോറിറ്റിയുടെ കീഴിലാണ് യേശു എല്ലാം ചെയ്തത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആസ് ആൻ ഒബീഡിയന്റ് സൺ ഓഫ് ദ ഫാദർ, ശിഷ്യന്മാർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ആസ് ആൻ ഒബീഡിയന്റ് സൺ ഓഫ് ദ ഫാദർ, പിതാവിൻ്റെ സമ്പൂർണമാകുന്ന അനുസരണമുള്ള മകൻ എന്ന നിലയിൽ മനുഷ്യന്റെ ആലോചനകൾക്കതീതമായി പിതാവിൻ്റെ ആലോചന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന പുത്രൻ എന്ന നിലയിൽ പിതാവിൻ്റെ മഹത്വം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു ആ ദിവസം കർത്താവ്. As an obedient son of the Father. 2, നമ്മൾ തുടർന്ന് ആ വേദഭാഗം ശ്രദ്ധിക്കുമ്പോൾ അവിടെ അനേക വേദഭാഗങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ യേശു കർത്താവ് പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലേക്ക് വരും. കാരണം യേശു കർത്താവ് മാനുഷികമാകുന്ന ബന്ധങ്ങളെക്കാളും പിതാവിൻ്റെ ഇഷ്ടത്തിനായി എപ്പോഴും വില കൊടുത്തത്. കാരണം ഒരു സ്ത്രീ ഒരിക്കൽ കർത്താവിനോട് പറഞ്ഞു, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ. യേശു പറഞ്ഞു എന്നാന്നറിയോ? അല്ല, ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവനത്രേ ഭാഗ്യവാൻ. പുരുഷാരം വന്നിട്ട് അവനെ ചുറ്റും ഇരിക്കുമ്പോൾ അമ്മയും സഹോദരന്മാരും കർത്താവിനെ അന്വേഷിച്ചു വന്നു. അവര് കർത്താവിന് മെസ്സേജ് അയച്ചു. ഉടനെ യേശു പറയുന്ന മറുപടി, എൻ്റെ അമ്മയും സഹോദരന്മാരും ആർ എന്ന് പറഞ്ഞിട്ട് ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട്, എൻ്റെ അമ്മയും സഹോദരന്മാരും ഇതാ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഭൗതിക മാനുഷിക ബന്ധങ്ങളല്ല വിഷയം, വ്യക്തിപരമായി യേശുവിലുള്ള ആശ്രയവും വിശ്വാസവുമാണ് പ്രാധാന്യം.
ആ കാര്യമാണ് കർത്താവ് അവിടെ പറയുന്നത്. ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കാര്യം അതാ, എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല. ഞാൻ എൻ്റെ സ്വർഗത്തിലെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് കാര്യങ്ങൾ. ഇതേ കാര്യം തന്നെ തൻ്റെ സഹോദരന്മാരോട് കർത്താവ് പറയുന്നുണ്ട്. അവർ പറയുന്നു, പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്നവര് ഇവിടല്ല ഈ കാര്യം ചെയ്യേണ്ടത്. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പിന്നെ ഇവിടെ യെരുശലേമിൽ പോയി ചെയ്യണം. യേശു പറഞ്ഞ ഒരു കാര്യം, ഞാനിപ്പോൾ പോകുന്നില്ല. അതിന്റെ കാരണം എന്നാ? എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സജഷൻ അനുസരിച്ചല്ല ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ എന്ന നിലയിൽ പിതാവിൻ്റെ ആലോചനകൾക്ക് മാനുഷിക ആലോചനകളെക്കാളും പ്രാധാന്യം നൽകുന്ന ദൈവപുത്രൻ എന്ന നിലയിൽ യേശു തൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തുകയാണ്. 2, നമ്മൾ ആ ഭാഗം തുടർന്ന് ചിന്തിക്കുമ്പോൾ ആ വേദഭാഗത്ത് കർത്താവ് പറയുന്ന ആ കാര്യം, എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല. എൻ്റെ നാഴികയെന്ന് കർത്താവ് പറയുന്ന ഏതിനെ കുറിച്ചാണെന്നറിയാം? എൻ്റെ നാഴികയെന്ന് കർത്താവ് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ 7:30, ആകയാൽ അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചു, എങ്കിലും അവൻ്റെ നാഴിക വന്നിട്ടില്ലായകയാൽ ആരും അവൻ്റെ മേൽ കൈവച്ചില്ല. 8:20, അവൻ്റെ നാഴിക അതുവരെയും വന്നിട്ടില്ലായതുകൊണ്ട് ആരും അവനെ പിടിച്ചില്ല. 12:27, ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, എങ്കിലും ഇത് നിമിത്തം ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. 12:23, 24 വാക്യങ്ങൾ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പുമണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. അങ്ങനെയെങ്കിൽ യേശു കർത്താവ് എൻ്റെ നാഴിക എന്ന് പറഞ്ഞിരിക്കുന്നത് തൻ്റെ ക്രൂശിനെ കുറിച്ചാണ്. അങ്ങനെയെങ്കിൽ ശുദ്ധീകരണ നിയമമനുസരിച്ച് വെള്ളം കോരി ഒഴിക്കുന്ന കൽപാത്രങ്ങളിൽ യേശു വെള്ളത്തെ വീഞ്ഞാക്കിയിട്ട് അവർക്ക് കൊടുക്കുമ്പോൾ അതിലൂടെയുള്ള ഒരു സന്ദേശം ഇതാണ്. നോക്കണം, കുടിക്കാൻ വെള്ളം കോരി വെക്കുന്ന പാത്രങ്ങളിലല്ല യേശു വെള്ളം വീഞ്ഞാക്കിയത്. നേരെ മറിച്ച് ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ വെള്ളം വീഞ്ഞാക്കി. അങ്ങനെയെങ്കിൽ അതെന്തിലേക്കാണ് ചൂണ്ടുന്നത്? ആത്യന്തികമായിട്ട് ഏറ്റവും പ്രാധാന്യതയോടെ ഏറ്റവും പരമമാകുന്ന ഒരു ശുദ്ധീകരണം നടക്കാൻ പോകുകയാ. അത് എൻ്റെ നാഴിക വരുമ്പോഴേ സംഭവിക്കത്തുള്ളൂ. ആ നാഴികയിൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ രക്തം ഞാൻ ചിന്തും. ആ യേശുവിൻ്റെ രക്തമാണ് ആത്യന്തികമാകുന്ന ശുദ്ധീകരണത്തിലേക്ക് വഴിതെളിക്കുന്നത്. യഹൂദന്റെ ആ സെറമോണിയൽ വാഷിങ്ങിലൂടെ അല്ല മനുഷ്യന് ശുദ്ധി ഉണ്ടാകുന്നത്. നേരെ മറിച്ച് യേശു പറഞ്ഞു, എൻ്റെ ശരീരം സാക്ഷാൽ ആഹാരവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയമാകുന്നു. നിങ്ങൾ എൻ്റെ മാംസം തിന്നാതെയും എൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുകയില്ല. ആത്യന്തികമായി ജീവൻ തരുവാൻ, ശുദ്ധീകരണം തരുവാൻ യഹൂദന്റെ ന്യായപ്രമാണത്തിനോ ആ സെറിമോണിയൽ വാഷിങ്ങിനോ അല്ല കഴിയുന്നത്. അതിനേക്കാൾ ഉപരി യേശു കാൽവറിയിൽ ചിന്തുവാൻ പോകുന്ന രക്തത്താൽ മാത്രമേ അതിന് കഴിയുകയുള്ളൂ എന്നാണ് യേശു അടയാളമായി അതിനെ സൂചിപ്പിച്ച് തന്റെ മഹത്വം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയത്. മാത്രമല്ല, ഒരു കാര്യം കൂടെ അവിടെയുണ്ട്. ആ വിരുന്നിന്റെ സകല ഉത്തരവാദിത്വവും ആർക്കാണെന്നറിയാമോ? ആ വിരുന്നിന്റെ സകല ഉത്തരവാദിത്വവും മണവാളനാണ്. കാരണം നമ്മൾ താഴോട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വിരുന്നുവാഴി മണവാളനോട് പറയുന്ന ഒരു കാര്യം, സാധാരണഗതിയിൽ നല്ല വീഞ്ഞ് ആദ്യം കൊടുക്കും, നീ നല്ല വീഞ്ഞ് ഇതുവരെ. അപ്പൊ വീഞ്ഞിന്റെ ഭക്ഷണത്തിന്റെ ആത്യന്തികമാകുന്ന ഉത്തരവാദിത്വം ആർക്കാ? മണവാളന്. യേശുവിനെ
ഈ പുസ്തകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? യോഹന്നാൻ പറയുന്നത് ഇങ്ങനെയാ: മണവാട്ടിയുള്ളവൻ മണവാളൻ. എന്നിട്ട് യേശു പറഞ്ഞു, മണവാളൻ്റെ സ്നേഹിതൻ ആ ശബ്ദം മാത്രം കേൾക്കും, ആ സന്തോഷം അവനുണ്ടാകും. ആ സന്തോഷമാ എൻ്റേത്. മണവാളനാരാ? യേശു. ആ മണവാളൻ്റെ സവിശേഷത എന്താ? തന്നിൽ വിശ്വസിക്കുന്ന, തന്നിൽ ആശ്രയിക്കുന്ന, തന്നിൽ ചാരുന്ന അവരെ സമ്പൂർണമായും രക്ഷിപ്പാൻ കഴിയുന്ന, അതിനുവേണ്ടി എന്തൊക്കെ പ്രൊവിഷൻ ഒരുക്കണോ, എന്തൊക്കെ ആവശ്യമാണോ, അത് മുഴുവൻ അവൻ്റെ നിറവിൽ നിന്നും കൃപമേൽ കൃപ ധാരാളമായി പകരാൻ കഴിയുന്ന ഒരു മണവാളനാണ്. സ്തോത്രം. അതാണ് ഈ അടയാളം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചത്. യോഹന്നാൻ്റെ വെളിപ്പാടിൽ നമ്മളിങ്ങനെ കാണുന്നു, സ്വർഗത്തിൽ ചെല്ലുന്നതിൻ്റെ അടിസ്ഥാനം എന്നാണെന്നറിയാമോ? ഒരു വലിയ പുരുഷാരം നിന്നിട്ട് അവരെ കണ്ടുകൊണ്ട് യോഹന്നാൻ ചോദിക്കുക, ഇവരാരാ, എങ്ങനാ ഇവിടെ എത്തിയത്? ഉത്തരം: ഇവർ മഹാ കഷ്ടത്തിൽ നിന്ന് വന്നു, കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് അങ്കി അലക്കിയത് കൊണ്ടാണ് ഇവരിവിടെ വന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മമണവാളൻ അവിടുത്തെ മഹത്വം കാണാൻ തക്കവണ്ണം നമ്മുടെ കണ്ണു തുറന്നെങ്കിൽ ഒരു കാര്യം വളരെ ഉറപ്പാണ്: അങ്ങ് കൊണ്ട് ചെന്നെത്തിക്കാൻ വിശ്വസ്തനാണ്. അതിനുള്ള പ്രൊവിഷൻ തന്നിട്ടുണ്ട്. ആ പ്രൊവിഷൻ എന്താണെന്നറിയാമോ? ചിന്തപ്പെട്ട ആ പുണ്യാഹരുധിരമാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടാനായി ജീവിതത്തിൽ ഭാഗ്യം ലഭിച്ചതാണ് ഏറ്റവും വലിയ കാര്യം. യേശു ആരാണെന്ന് തിരിച്ചറിയുവാൻ, യേശുവിൽ ആശ്രയിപ്പാൻ, അവിടുത്തെ മഹത്വം കണ്ടിട്ട് അവനിൽ ചാരുവാൻ ദൈവം കണ്ണു തുറന്ന ആ ചെറിയ ശേഷിത ഗണത്തിൻ്റെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ദൈവം കരുണ തോന്നി കണ്ട ദൈവത്തിന് നന്ദി കരേറ്റാം, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് വളരെ ഒരു പരിചയമുള്ളൊരു പഴയ ഗാനം പാടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്താൽ. സ്തോത്രം. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. പൂർണ്ണാശ്രയം ഈ നിമിഷം കൃപ തന്നിൽ വച്ചു. ശുദ്ധിയായോ നീ, കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ. ദീപം പോൽ നിഷ്കളങ്കമോദിൻ അങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ. ദീപപ്പോൾ നിഷ്കളങ്കമോദിൻ അങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. അനുദിനം രക്ഷകൻ പക്ഷത്തോന്നി ശുദ്ധിയായി നാളം നീറുന്നത്. ക്രൂശിയായ കർത്തരിൽ നിനക്കുണ്ടോ വിശ്രമം നാഴിക തോറുമേ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകോ രക്തത്തിൽ. ദീപം പോൽ നിഷ്കളങ്കമോദിൻ അങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ.
ശുദ്ധി നൽകോ രക്തത്തിൽ ഏവം പോൽ നിഷ്കളങ്കമോ നീ തങ്ങി കുളിച്ചു കുഞ്ഞാട്ടേ